മാനിഫെസ്റ്റേഷൻ ശരിക്കും ഇതെന്താ? ചില ആൾക്കാർ വിചാരിക്കും മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ച് നമ്മൾ എവിടെയെങ്കിലും എഴുതി വെച്ച് ദാറ്റ്സ് ഇറ്റ്, നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഫോർ ദി യൂണിവേഴ്സ് ടു ഡെലിവർ ഇറ്റ്. പക്ഷേ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണോ വേണ്ടേ നമുക്കത് കിട്ടി എന്നുള്ളൊരു ഫീലിംഗ് വെച്ചിട്ട് നമ്മൾ എല്ലാ കാര്യം ചെയ്യുന്നതാണ്. വിച്ച് മീൻസ് നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വണ്ടി വാങ്ങിക്കണം. ആ ഒരു വണ്ടി നമുക്ക് കിട്ടി, നമ്മൾ ഷോറൂമിൽ പോയി നമ്മൾ ആ വണ്ടി ബുക്ക് ചെയ്തു, ആ വണ്ടി വാങ്ങിച്ചു, വണ്ടി വീട്ടിലേക്ക് ഷോറൂമിൽ നമ്മൾ കൊണ്ടുവരുന്നത്, നമ്മൾ ആദ്യമായിട്ട് ആ വണ്ടിയിൽ ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്, അതൊക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ ബ്രെയിൻ വിൽ റിമെമ്പർ ദാറ്റ്. അപ്പം അതാണ് മാനിഫെസ്റ്റേഷൻ്റെ ഒരു കഴിവ്. അപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിൽ എന്ത് കാര്യം ചെയ്യുവാണെങ്കിലും എപ്പോഴും ആ ഒരു വണ്ടി വാങ്ങിക്കാൻ വേണ്ടിയുള്ള ഫോക്കസ് ആയിരിക്കും. എല്ലാവർക്കും നമസ്കാരം, ഞാൻ വിദ്യ. ബൈ പ്രൊഫഷൻ ഞാനൊരു സൊല്യൂഷൻസ് ആർക്കിടെക്റ്റാണ്. പക്ഷേ ഹിന്ദു ഫിലോസഫിയിൽ ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഇവിടെ വന്ന് ഷെയർ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് കാരണം ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പം ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പുരാണത്തിൽ എഴുതിയിട്ടുണ്ട്, നമ്മുടെ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ വലിയ വലിയ പൂജകളൊക്കെ നടക്കുമ്പം, ഒരുപാട് വലിയ ഹോമങ്ങളൊക്കെ നടക്കുമ്പം സംസ്കൃതത്തിലൊരു വേർഡ് ഉണ്ട്, സങ്കല്പ. അതാണ് നമ്മളിപ്പം പഠിക്കുന്ന മാനിഫെസ്റ്റേഷൻ. അപ്പം ഒരു പൂജ നടക്കുമ്പം അതിൻ്റെ ഔട്ട്കം എന്താണോ നമുക്ക് വേണ്ടത് അത് പ്രാർത്ഥിച്ച് അത് സങ്കല്പ ചെയ്തിട്ടാണ് ആ സമയത്ത് പൂജാരിമാർ ഒരു പൂജ ചെയ്യേണ്ടായിരുന്നത്. അതാണ് നമുക്ക് ഇപ്പം മാനിഫെസ്റ്റേഷനായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ മോഡേൺ ഡേ സയൻസ് പോലും ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. നമ്മളൊരു കാര്യത്തെ പറ്റി എന്നും ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, എന്നും ഇത് സംഭവിച്ചു എന്ന് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്നുള്ളൊരു പാർട്ടുണ്ട്, അത് ആക്ടിവേറ്റ് ആവും. അപ്പം നമ്മൾ ഒരു ദിവസം എന്ത് ചെയ്താലും നമ്മുടെ ബ്രെയിൻ ആ ഗോള് റിലേറ്റഡ് ഉള്ള കാര്യം അല്ലെങ്കിൽ അത് തന്നെ ഫിൽട്ടർ ഔട്ട് ചെയ്യും. അതായത് നമുക്ക് എന്ത് സംഭവിച്ചാലും ആ ഒരു നമ്മൾ വിഷ്വലൈസ് ചെയ്ത് നമ്മൾ ആ മാനിഫെസ്റ്റ് ചെയ്ത കാര്യത്തിന് വേണ്ടി നമ്മുടെ ബ്രെയിൻ നമ്മളെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഞാനും ഈ മാനിഫെസ്റ്റേഷന് വലിയൊരു ബിലീവറാണ്. കഥകളൊക്കെ കേൾക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പം അങ്ങനെ തന്നെ വലുതായി കഴിഞ്ഞപ്പം ഇങ്ങനെ നമുക്ക് ആരും ഇങ്ങനെ കഥയൊന്നും പറഞ്ഞു തരില്ല. പക്ഷേ ഹിന്ദു ഫിലോസഫിയിൽ നമ്മുടെ സനാതന ധർമ്മത്തിൽ ഒരുപാട് ഇങ്ങനെ ബുക്സും ഒരുപാട് കഥകളുണ്ട്. അപ്പം ഇത് പഠിക്കാൻ വേണ്ടി എങ്ങനെ പഠിക്കും എന്നുള്ളൊരു ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം നമുക്ക് സ്കൂളിലൊന്നും ഇല്ലാത്ത കാരണം അതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, ഓക്കെ ഞാനിത് പഠിച്ച് ഇങ്ങനെയൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് എനിക്ക് മനസ്സിലായി, ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്ന്. പിന്നെ ഇങ്ങനെ തന്നെ എന്നെ പോലെ ആൾക്കാർ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാമെന്നും എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പം ഞാനതങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് ഇപ്പം മോർ ദാൻ 60 വീഡിയോസ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതുകൂടാതെ നല്ല കമ്മ്യൂണിറ്റി ബിൽഡ് ആവുന്നുണ്ട്, നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്, പ്ലസ് എനിക്കും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എൻ്റെ കോണ്ടന്റ് ആണെങ്കിലും. ആ ഒരു മാനിഫെസ്റ്റേഷൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇവിടം വരെ എത്താൻ ഒട്ടും പറ്റില്ലായിരുന്നു. സോ പ്ലസ് ആ ഒരു ഫോഴ്സ് കാരണമാണ് എനിക്ക് എന്നും അതിനെപ്പറ്റി ആലോചിച്ച് ഓരോ വീഡിയോ ഉണ്ടാക്കുമ്പം ആ ഒരു പുഷ് വരുന്നത്. മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. ഇത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. യൂഷ്വലി ആൾക്കാർ അവരുടെ ഡേ തുടങ്ങണേക്കാളും മുന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്ലാരിറ്റി, ഒരു ക്ലിയർ മൈൻഡ് ആയിരിക്കും. അപ്പം നമ്മളൊന്ന് ഇരുന്ന് ഒന്ന് ഡീപ്പ് ബ്രെത്ത് എടുത്ത് നമ്മുടെ ആഗ്രഹം എന്താണ് എന്ന് ഉറക്കെ നമ്മൾ പറയാം. അപ്പം നമ്മൾ പറയുന്നത് നമ്മൾ തന്നെ കേൾക്കാൻ പറ്റണം. അപ്പം ആ ഒരു കാര്യം നമ്മുടെ ബ്രെയിൻ കേൾക്കും. ഇത് എന്നും നമ്മൾ ചെയ്യണം. ആഗ്രഹിക്കുന്ന ഈ കാര്യം നമുക്ക് ഓൾറെഡി കിട്ടി എന്നുള്ളൊരു വിഷ്വലൈസേഷൻ, അതാണ് നമ്മൾ കാണേണ്ടത്. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഒരു നല്ല ജോലിക്കാണ് നമ്മൾ നല്ലൊരു ജോലി, നല്ലൊരു പൊസിഷനിലേക്കാണ് നമ്മൾ ആഗ്രഹിക്കണമെങ്കിൽ നമുക്ക് ആ ജോലി കിട്ടി, നമ്മൾ ആ ഒരു ജോലിയിലേക്ക് കയറി, അതിൻ്റെ ഒരു ഫസ്റ്റ് ഡേ ആണ് നമ്മൾ ഇമാജിൻ ചെയ്യേണ്ടത്. നമ്മൾ ഡ്രസ്സപ്പ് ചെയ്ത് പോയി നമ്മൾ മീറ്റിംഗ്സ് എടുക്കുന്നതും, നമ്മൾ ആ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നതും, പുതിയ ടീമിനെ മീറ്റ് ചെയ്യുന്നതും, അവിടെ ചെയ്യുന്ന വർക്കും, അതൊക്കെ നമ്മളിങ്ങനെ ആഗ്രഹിക്കണം. അപ്പം അത് സംഭവിച്ചു എന്നുള്ള രീതിയിൽ നമ്മൾ കാണണം. അപ്പം എന്നാൽ മാത്രമാണ് ആ ഒരു മാനിഫെസ്റ്റേഷൻ്റെ ഫുൾ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. എന്നിട്ട് വേണം നമ്മൾ നമ്മുടെ ദിവസം ആരംഭിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പം നമ്മൾ ഈ പറഞ്ഞ ഈ മാനിഫെസ്റ്റേഷൻ നമ്മുടെ ബ്രെയിനിലുണ്ട്. അപ്പോൾ നമ്മൾ തന്നെത്താൻ ആ ഒരു പുഷ് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് മാനിഫെസ്റ്റ് ചെയ്ത് നോക്കൂ. ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് എന്ന് മാനിഫെസ്റ്റ് ചെയ്ത് നോക്കൂ. ഇതിന് പിന്നിലൊരു റെഡ് കാർഡ് തിയറി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്.
നമ്മളൊരു റെഡ് കാർ വാങ്ങിക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വീട്ടിലേക്ക് തിരിച്ചു വരുന്നവരെ നമുക്ക് ഒരുപാട് റെഡ് കാർ കാണും. സോ ഇറ്റ്സ് ബേസിക്കലി നമ്മൾ ഇതുവരെ ഒട്ടും ശ്രദ്ധിക്കാത്ത കാരണമായിരുന്നു നമുക്ക് റോഡിൽ അത്രയും റെഡ് കാറുകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവാഞ്ഞത്. പക്ഷേ നമ്മുടെ ബ്രെയിൻ എപ്പോഴും ആ റെഡ് കാറിനെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് എല്ലായിടത്തും റെഡ് കാറാണ് കാണുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ.